ഹലോ നമസ്കാരം, ഞാൻ സുഭാഷ് മാസ്റ്റർമാൻ്റെ പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ ട്രിഗണോമെട്രിയിൽ നമ്മൾ ലാസ്റ്റ് സെക്ഷൻ പാർട്ട് 6 പോവാണ്. വെരി ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് എന്ന് പറയാവുന്ന പാർട്ട് 6 ക്വസ്റ്റ്യൻസിലേക്ക് പോവല്ലേ, നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോവല്ലേ. അങ്ങനെ പാർട്ട് 6 ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ കോട്ട് സ്ക്വയർ തീറ്റ മൈനസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 3. Cos square theta divided by cot square theta minus cos square theta is equal to 3 and 0 less than or is equal to theta less than or is equal to 90. Find the value of theta. എന്തെങ്കിലും ഡിഫറൻസ് തോന്നുന്നുണ്ടോ? ഇതുവരെ തീറ്റ വന്നിട്ട് ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കാൻ, ആൻസർ കണ്ടുപിടിക്കാൻ പറയാറാണ് പതിവ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഇക്വേഷൻ വന്നിട്ട് ഇന്ന ഇക്വേഷൻസിലേക്ക് എത്തിക്കാനാണ് പതിവ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോം വന്നിട്ട് അതിൻ്റെ എക്സ്പാൻഡ് ഫോം ചോദിക്കുകയാണ് പതിവ്. ഇവിടെ എന്താണ്, ഒരു എക്സ്പ്രഷനും അതിൻ്റെ വാല്യൂ തന്നിട്ട് തീറ്റ എന്തായിരിക്കുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വളരെ ഈസി അല്ലേ. ആ തീറ്റൻ്റെ റേഞ്ച് തന്നിട്ടുണ്ട്. തീറ്റ എന്താണ്, 0-നും 90-നും ഇടയ്ക്കായിരിക്കണം. തീറ്റ 0-നും 90-നും ഇടയ്ക്കായിരിക്കുമെന്ന് ഹിൻറ്റും കൂടി തന്നിട്ടുണ്ടല്ലോ ക്വസ്റ്റ്യനിൽ. അപ്പോൾ എങ്ങനെ ചെയ്യാം, തുടങ്ങല്ലേ. കോസ് സ്ക്വയർ തീറ്റ അവിടെ നിർത്തി, താഴെ എന്ത് ചെയ്യുക, അങ്ങോട്ട് കൊണ്ടുപോയി 3 കോഡ് സ്ക്വയർ തീറ്റ ബ്രാക്കറ്റിന് മൾട്ടിപ്ലൈ ആണ്. 3 ഇൻറ്റു കോഡ് സ്ക്വയർ തീറ്റ മൈനസ് 3 ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ. ഓക്കെ, ഒരു കോസ് സ്ക്വയർ തീറ്റ അവിടെ ഉണ്ട്, -3 കോസ് സ്ക്വയർ ഉണ്ട്. -3 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും, കോസ് സ്ക്വയർ തീറ്റ പ്ലസ് 3 കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 3 കോഡ് സ്ക്വയർ തീറ്റ. 4 കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 3 കോഡ് സ്ക്വയർ തീറ്റ. കോഡ് സ്ക്വയറിനെ എങ്ങനെ നമുക്ക് മാറ്റി എഴുതാം, കോഡ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു എന്താണ്, കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ സൈൻ സ്ക്വയർ തീറ്റ അല്ലേ. 4 കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 3 കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ സൈൻ സ്ക്വയർ തീറ്റ. കോസ് സ്ക്വയർ തീറ്റയും വെട്ടിപ്പോയി. സൈൻ സ്ക്വയർ തീറ്റ ഇങ്ങോട്ട് വരുമ്പോൾ സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു ഇങ്ങോട്ട് വരുമ്പോൾ 4 അങ്ങോട്ട് പോകില്ലേ, 3/4. സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3/4 is equal to root 3/2. Sin theta is equal to root 3/2 ആണെങ്കിൽ theta is equal to sin inverse root 3/2. നമ്മൾ ഫസ്റ്റ് പാർട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് റൂട്ട് 3/2 ആണെങ്കിൽ തീറ്റ എന്തായിരിക്കും, സൈൻ ഇൻവേഴ്സ് റൂട്ട് 3/2 എന്ന് പറയുമ്പോൾ എപ്പോഴാണ് തീറ്റ സൈനിൽ റൂട്ട് 3/2 വരിക, ഏത് ഡിഗ്രി വരുമ്പോഴാണ് സൈനിൻ്റെ വാല്യൂ റൂട്ട് 3/2 ആവുക, 60 വരുമ്പോഴല്ലേ. സോ തീറ്റ ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി. ഈ 60 ഡിഗ്രി എന്താണ്, 0-ക്കും 90-ക്കും ഇടയിലല്ലേ. സോ തീറ്റ ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി. വളരെ ഈസി അല്ലേ, വ്യത്യാസം മനസ്സിലായല്ലോ. ഒരു എക്സ്പ്രഷൻ്റെ വാല്യൂ വന്നിട്ട് തീറ്റ കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. വെരി ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് പാർട്ട് 6 എന്ന് പറഞ്ഞാൽ. ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു പാർട്ടാണ്. ഒരു എക്സ്പ്രഷൻ്റെ വാല്യൂ വന്നിട്ടുണ്ട്, എന്നിട്ട് തീറ്റ കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവല്ലേ. അങ്ങനെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ, ഇഫ് സീക്ക് സ്ക്വയർ തീറ്റ പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 7, തീറ്റ ഇൻ ബിറ്റ്വീൻ 0 and 9, ഫൈൻഡ് ദ വാല്യൂ ഓഫ് തീറ്റ. എന്താണ് തീറ്റയുടെ വാല്യൂ? സീക്ക് സ്ക്വയർ തീറ്റ പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 7. ഒരു ഇക്വേഷൻ നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ, നമ്മളൊരു 3 ഇക്വേഷൻ പാർട്ട് 1 പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 ആൻഡ് സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1. ഇവിടെ നിന്ന് എന്താണ്, സീക്ക് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് അങ്ങോട്ട് പോകുമ്പോൾ എന്താവും 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്നായില്ലേ. അതിവിടെ കൊടുത്തു നോക്കിയേ, 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 7. 1 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും 6 ആവും. 2 ടാൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 6. ദെൻ ടാൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു വെട്ടിപ്പോവില്ലേ, 3 ആയില്ലേ. ടാൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 3. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു റൂട്ട് 3. ദെൻ തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് റൂട്ട് 3. ടാൻ ഇൻവേഴ്സ് റൂട്ട് 3. എപ്പോഴാണ് ടാൻ റൂട്ട് 3 വാല്യൂ വരിക, ടാനിൻ്റെ വാല്യൂ എപ്പോഴാണ് റൂട്ട് 3 ആവുക, 60 ആവുമ്പോഴല്ലേ. തീറ്റ ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി. അതെന്താണ്, 0-ക്കും 90-ക്കും ഇടയിലല്ലേ. ഓക്കെ ആണല്ലോ, വളരെ ഈസിയായ കൺസെപ്റ്റ് അല്ലേ. നമുക്ക് ആ കണ്ടുപിടിക്കേണ്ടത് സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1. ബേസിക്കായ ഫോർമുലാസും ഇക്വേഷൻസും എപ്പോഴും മനസ്സിലുണ്ടാവണം ട്രിഗണോമെട്രി ചെയ്യുമ്പോൾ. ഓക്കെ, അങ്ങനെ പാർട്ട് 6 മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് 5 tan theta is equal to 4, find the value of
5 sin theta minus 3 cos theta divided by 5 sin theta plus 3 cos theta. നേരത്തെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? ഒരു എക്സ്പ്രഷൻ എന്നിട്ട് അതിൻ്റെ ആൻസർ എന്നിട്ട് തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഇപ്പോൾ എന്തായി? കുറച്ചും കൂടി ഒന്ന് ചേഞ്ച് ആയല്ലേ? ഒരു എക്സ്പ്രഷൻ വന്നിട്ട് അതിൻ്റെ വാല്യൂ വന്നിട്ടുണ്ട്, എന്നിട്ട് എന്താണ് വേറൊരു എക്സ്പ്രഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വേറൊരു എക്സ്പ്രഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? tan theta is equal to 4/5 എന്ന് കിട്ടും അല്ലേ? വേറെ ഒന്നും ഇവിടുന്ന് ചെയ്യാനില്ല. അവിടെ ആണെങ്കിൽ ടാൻ ഒന്നുമില്ല. 5 sin theta minus 3 cos theta divided by 5 sin theta plus 3 cos theta ആണ്. ബട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യുക? ഇവിടുന്ന് ടാൻ ഉണ്ടാക്കാൻ പറ്റില്ലേ? ടാൻ ഫോർമാറ്റ് ചെയ്യാൻ പറ്റില്ലേ? എല്ലായിടത്തും എന്ത് ചെയ്യുക? ടാൻ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റ അല്ലേ? ഒരു കോസ് പുറത്തെടുത്താൽ പോരെ? ഒരു കോസ് തീറ്റ പുറത്തെടുക്കുമ്പോൾ 5 സൈൻ തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റ മൈനസ് 3 പുറത്തെടുത്തല്ലോ, ഡിവൈഡ് ബൈ താഴെ നിന്ന് പുറത്തെടുക്കുമ്പോൾ കോസ് തീറ്റ 5 ഇൻറ്റു സൈൻ തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റ മൈനസ് അല്ല പ്ലസ് 3. കോസും വെട്ടിപ്പോയി. 5 tan theta minus 3 divided by 5 tan theta plus 3. tan തീറ്റയുടെ വാല്യൂ നമുക്കറിയാം 4/5 ആണ്, നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. അത് കൊടുത്താൽ പോരെ? 5 ഇൻറ്റു 4/5 മൈനസ് 3 ഡിവൈഡ് ബൈ 5 ഇൻറ്റു 4/5 പ്ലസ് 3. 5ഉം 5ഉം ക്യാൻസലാക്കി 4 മൈനസ് 3 ഡിവൈഡ് ബൈ 4 പ്ലസ് 3 is equal to 1/7. 5 tan theta is equal to 4. ഒരു എക്സ്പ്രഷൻ്റെ വാല്യൂ വന്നിട്ടുണ്ട് 5 sin theta minus 3 cos theta divided by 5 sin theta plus 3 cos theta. ഇതിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് tan theta is equal to 4/5 കിട്ടും. ഇവിടെ നമുക്ക് ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷനിലെ ടാനിലേക്ക് മാറ്റണം. തന്നിരിക്കുന്ന എക്സ്പ്രഷനിലെ ടാനിലേക്ക് മാറ്റിയാൽ പോരെ? സൈൻ തീറ്റ ഉണ്ട്, കോസ് തീറ്റ ഉണ്ട്. ഒരു കോസ് തീറ്റ പുറത്തെടുത്ത് ടാൻ തീറ്റ കിട്ടിയില്ലേ? സോ നമുക്ക് ടാൻ തീറ്റയുടെ വാല്യൂ വരാം, അത് അപ്ലൈ ചെയ്ത് 1/7 ആൻസർ 1/7. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവല്ലേ? അങ്ങനെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഇഫ് tan 2 theta into tan 3 theta is equal to 1, tan 2 theta into tan 3 theta is equal to 1, find 2 cos square 5 theta by 2 minus 1. തീറ്റ റേഞ്ച് എന്താണ്? തീറ്റയുടെ വാല്യൂ 0 ലെസ് താൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് താൻ ഓർ ഈക്വൽ ടു 90. ഇവിടെ നമുക്ക് തീറ്റയുടെ വാല്യൂ അല്ല കണ്ടുപിടിക്കേണ്ടത്, ഈ എക്സ്പ്രഷൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നോക്കിയേ. ബട്ട് എന്താണ് ഈ എക്സ്പ്രഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം? തീറ്റ നമുക്ക് അറിയണ്ടേ? തീറ്റ നമുക്ക് അറിയണം, 5 θ/2 അല്ലേ? അപ്പോൾ എന്താണ് ആ തീറ്റയുടെ വാല്യൂ എന്താണ്? ഇതിൻ്റെ ഇടയിലായിരിക്കും എന്ന് ഒരു ഹിൻറ്റ് തന്നിട്ടുണ്ട്. അങ്ങനെ tan 2 theta ഇൻറ്റു tan 3 theta ഇസ് ഈക്വൽ ടു 1 ആണ് നമുക്കറിയാം, തന്നിട്ടുണ്ട്. ഇത് നമുക്ക് മറ്റേ കണ്ടുപിടിക്കേണ്ട അല്ലേ? tan 3 theta അവിടെ നിർത്തി. tan 3 theta ഇസ് ഈക്വൽ ടു 1/tan 2 theta ഇങ്ങോട്ട് കൊണ്ടുവന്ന് സമത്തിന് അപ്പുറത്തേക്ക് കൊണ്ടുവന്ന്. ഓക്കെ, 1/tan 2 theta ഇസ് ഈക്വൽ ടു എന്താണ്? cot 2 theta അല്ലേ? cot 2 theta അല്ലേ? 1/tan cot അല്ലേ? ഇനി നമ്മൾ ഇതിന് മുമ്പ് പഠിച്ച പോലെ cot theta എന്ന് പറഞ്ഞാൽ എന്താണ്? tan 90 മൈനസ് തീറ്റ അല്ലേ? cot theta is equal to tan 90 minus theta അല്ലേ? സോ tan 3 theta is equal to cot 2 theta എങ്ങനെ എഴുതാം? tan 90 മൈനസ് 2 തീറ്റ എന്ന് എഴുതി കൂടെ. tan 90 മൈനസ് തീറ്റ കോട്ട് തീറ്റയാണ്. സോ tan 90 മൈനസ് 2 തീറ്റ ഈക്വൽ ടു കോട്ട് 2 തീറ്റ. ഓക്കെ, കോട്ട് 2 തീറ്റ നമുക്ക് എങ്ങനെ എഴുതാം? tan 90 മൈനസ് 2 തീറ്റ എന്ന് എഴുതി കൂടെ. സോ tan 3 തീറ്റ ഇസ് ഈക്വൽ ടു tan 90 മൈനസ് 2 തീറ്റ. ഓക്കെ, ടാനും ക്യാൻസൽ ചെയ്യാമല്ലോ, കാരണം 3 θ is equal to tan inverse tan. tan inverse tan എന്ന് പറയുമ്പോൾ എന്താവും? ടാനും ക്യാൻസൽ ആയില്ലേ? 3 θ is equal to 90 മൈനസ് 2 തീറ്റ. മൈനസ് 2 തീറ്റ ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് 2 തീറ്റ ആയിരിക്കും. അങ്ങനെ 5 θ is equal to 90. തീറ്റ is equal to 90 divided by 5 is equal to 18 degree. 19 divided by 5 is equal to 18 degree. ഓക്കെ ആണല്ലോ? തീറ്റ ഇൻ ബിറ്റ്വീൻ 0 ലെസ് താൻ ഓർ ഇസ് ഈക്വൽ ടു തീറ്റ ലെസ് താൻ ഓർ ഇസ് ഈക്വൽ 90, 18 ഡിഗ്രി അല്ലേ? ഓക്കെ ആണല്ലോ? സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടല്ലോ. ഇനി തീറ്റയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ കൊടുത്താൽ പോരെ? 2 ഇൻറ്റു cos സ്ക്വയർ
5 theta by 2. 5 theta എന്ന് പറയുമ്പോൾ 5 into 18 divided by 2 minus 1. 2 into cos square വെട്ടിപ്പോയി 9. 5 into 9 45. Cos square 45 minus 1. 2 into cos square 45. Cos 45 value 1 by root 2 അല്ലേ, 1 by root 2 whole square minus 1 is equal to 2 into 1 by 2 minus 1. വെട്ടിപ്പോയി 1 minus 1 is equal to 0. 2 cos square theta 2 cos square 5 theta by 2 minus 1 is equal to 0. Okay. എന്താണ് tan 2 theta into tan 3 theta is equal to 1 ആണ്. ഇവിടെ നമ്മൾ തീറ്റയുടെ വാല്യൂ കണ്ടുപിടിച്ച് tan 3 theta is equal to 1 by tan 2 theta. 1 by tan 2 theta നമുക്ക് cot 2 theta എന്ന് എഴുതാം. cot 2 theta എന്ന് എഴുതാം. ഇതിന് മുമ്പ് പഠിച്ച നമ്മുടെ എക്സ്പ്രഷൻ ഉണ്ട്, cot theta is equal to tan 90 minus theta ആണ്. സോ cot 2 theta is equal to എന്തായിരിക്കും, tan 90 minus 2 theta ആണ് cot 2 theta. അപ്പോൾ cot 2 theta എന്ത് എഴുതാം, tan 90 minus 2 theta എന്ത് കൂടെ tan 3 theta is equal to tan 90 minus 2 theta. Okay, tan 3 theta is equal to tan 90 minus 2 theta. 3 theta is equal to tan inverse tan 90 minus 2 theta. അപ്പോൾ ടാനും ടാനും ക്യാൻസൽ ആവില്ലേ. സോ 3 theta is equal to 90 minus 2 theta. 5 theta അങ്ങോട്ട് കൊടുക്കുമ്പോൾ 5 theta ആയി 90 theta is equal to 18 degree കിട്ടി. ഈ കണ്ടീഷനിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ തീറ്റയുടെ വാല്യൂ നമ്മൾ എന്ത് ഇതിൽ കൊടുത്ത്, സോ ആൻസർ വിൽ ബി 0. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, sin theta plus cos theta divided by sin theta minus cos theta is equal to 3. Find the value of sin raised to 4 theta minus cos raised to 4 theta. ഒരു എക്സ്പ്രഷൻ്റെ വാല്യൂ 3 ആണ് തന്നിട്ടുണ്ട്. അതെന്ത് ചെയ്യുക, അടുത്തൊരു എക്സ്പ്രഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എങ്ങനെ ചെയ്യും, നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ തുടങ്ങാം അല്ലേ. sin theta plus cos theta അങ്ങോട്ട് പോകുമ്പോൾ എന്താവും, 3 into sin theta minus cos theta. ഞാൻ നേരിട്ട് ബ്രാക്കറ്റിലേക്ക് ഗുണിക്കുകയാണ്. 3 into sin theta 3 sin theta minus 3 cos theta. ഓക്കെ, sin theta plus cos theta is equal to 3 sin theta minus 3 cos theta എന്നായല്ലോ. ഇനി എന്ത് ചെയ്യുക, മൈനസ് 3 cos theta ഇങ്ങോട്ട് വരട്ടെ. cos theta plus 3 cos theta is equal to 3 sin theta. ഈ sin theta എന്താ അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് sin theta ഇല്ലേ. ഇപ്പം എന്തായി, 4 cos theta is equal to 2 sin theta. 2 sin theta എന്നായല്ലോ. 4 cos theta is equal to 2 sin theta എന്നായല്ലോ. 3 sin theta minus sin theta 2 sin theta വെട്ടിപ്പോയല്ലോ 2. sin theta divided by cos theta. sin theta divided by cos theta is equal to 2. 2 അവിടെ നിർത്തി, cos theta ഇങ്ങോട്ട് പോയപ്പോൾ എന്തായി, sin theta divided by cos theta is equal to 2 is equal to tan theta is equal to 2 എന്നായി. tan theta is equal to 2 എന്നായല്ലോ. tan theta is equal to 2 എന്ന് കിട്ടി. ഇവിടെ കൊടുക്കാൻ വല്ല നിർവാഹമുണ്ടോ, sin raised to 4 theta minus cos raised to 4 theta ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതൊന്ന് നമുക്ക് എന്ത് ചെയ്യണം, ടാനിലേക്ക് എത്തിക്കണം. ഈ സാധനത്തിനെ ടാനിലേക്ക് എത്തിച്ചിട്ട് വേണം tan തീറ്റയുടെ വാല്യൂ കൊടുക്കാൻ. ഓക്കെ, sin raised to 4 theta നമുക്ക് അങ്ങനെ എഴുതാം, sin സ്ക്വയർ തീറ്റ ഹോൾ സ്ക്വയർ മൈനസ് കോസ് സ്ക്വയർ തീറ്റ ഹോൾ സ്ക്വയർ എന്ന് എഴുതി കൂടെ. ഞാൻ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇതേ സംഭവം ചെയ്തിട്ടുണ്ട്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതി കൂടെ. ഓക്കെ, ദെൻ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ മൈനസ് cos square theta. sin square theta plus cos square theta is equal to 1 ആണ്. 1 into sin square theta minus cos square theta എന്ന് എഴുതി കൂടെ. ഓക്കെ, ദെൻ sin square theta minus cos square theta എന്നായി. ഇനി ഇവിടെ എന്ത് ചെയ്യും, ഇപ്പോഴും നമുക്ക് ടാൻ കിട്ടിയിട്ടില്ല. ടാൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, സൈൻ സ്ക്വയർ തീറ്റ ഒരു കോസ് സ്ക്വയർ തീറ്റ പുറത്തെടുത്താൽ പോരെ. ഇതെന്നൊക്കെ ഒരു കോസ് സ്ക്വയർ തീറ്റ പുറത്തെടുത്ത് നോക്കിയേ, കോസ് സ്ക്വയർ തീറ്റ പുറത്തെടുത്ത്. അപ്പം എന്തായി, സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1. കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു ടാൻ സ്ക്വയർ തീറ്റ മൈനസ് 1 എന്നായില്ലേ. ഇപ്പോൾ ടാൻ കിട്ടി.
പക്ഷേ കോസ് സ്ക്വയർ ഇല്ലേ, ഈ കോസ് സ്ക്വയറിനെ എങ്ങനെ ടാനിലേക്ക് മാറ്റും? കോസ് സ്ക്വയറിനെ ടാനിലേക്ക് മാറ്റണം. കോസ് സ്ക്വയറിനെ ടാനിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? നമുക്കൊരു ഇക്വേഷൻ, നമ്മുടെ ബേസിക് ഇക്വേഷൻ ഇല്ലേ, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1. ഇതൊന്നും എന്ത് ചെയ്യുക, ഒരു കോസ് സ്ക്വയർ പുറത്തെടുക്കുക. കോസ് സ്ക്വയർ പുറത്തെടുക്കുമ്പോൾ എന്തായി? കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് 1 ഡിവൈഡ് ബൈ 1. ഇത് അങ്ങോട്ട് പോകുമ്പോൾ എന്തായി? സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ തീറ്റ ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് 1 ഡിവൈഡ് ബൈ 1 ബൈ കോസ് സ്ക്വയർ തീറ്റ എന്നായി. 1 ബൈ കോസ് സ്ക്വയർ തീറ്റ എന്നായില്ലേ. ഇനി കോസ് സ്ക്വയർ തീറ്റ കണ്ടുപിടിച്ച പോരെ, കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു, ഇവിടെ തിരിച്ചാൽ പോരെ, അപ്പോൾ ഇവിടെയും തിരിക്കണ്ടേ, 1 ഡിവൈഡ് ബൈ ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് 1. കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ ടാൻ സ്ക്വയർ തീറ്റ 1. ഇതെന്ത് ചെയ്യുക, ഇവിടെ കൊടുക്കുക. അത് ഞാൻ ഇങ്ങോട്ട് എടുക്കുകയാണേ. കോസ് സ്ക്വയർ തീറ്റനെ എന്താക്കി? 1 ഡിവൈഡ് ബൈ ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് 1 ഇൻറ്റു ടാൻ സ്ക്വയർ തീറ്റ മൈനസ് 1 എന്നായില്ലേ. നമ്മുടെ ഫുൾ എക്സ്പ്രഷൻ എന്തായി? 1 ഡിവൈഡ് ബൈ ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് 1 ഇൻറ്റു ടാൻ സ്ക്വയർ തീറ്റ മൈനസ് 1 എന്നായി. ടാൻ തീറ്റയുടെ വാല്യൂ നമുക്കറിയാം 2 ആണ്. കൊടുത്താൽ പോരെ, 1 ഡിവൈഡ് ബൈ ടാൻ സ്ക്വയർ 1 2 സ്ക്വയർ 4 1 പ്ലസ് 4 5 ഇൻറ്റു ടാൻ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 മൈനസ് 1 is equal to 1 divided by 5 1 divided by 4 plus 1 5 into 4 minus 3 is equal to 3 by 5. പാർട്ട് 6-ലെ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 1 മുതൽ പാർട്ട് 6 വരെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും 2-3 മാർക്ക് ഷുവറായിട്ട് കിട്ടും. 2 മാർക്ക് എന്തായാലും ഉറപ്പിക്കാം. മൂന്നാമത്തെ കുറച്ചുകൂടി ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ചിലപ്പോൾ കയ്യിൽ നിന്ന് പോയിന്ന് വരും. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിനും വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ വരികയാണെങ്കിൽ സ്കിപ്പ് അടിക്കുക. എല്ലാ ക്വസ്റ്റ്യനും ചെയ്തത് മാത്രമല്ല റാങ്ക് ലിസ്റ്റിൽ കയറുക. ഓക്കെ, ചിലപ്പോൾ ഇവിടെ നമ്മൾ 3 ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സമയം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് 98ാമത്തെ ക്വസ്റ്റ്യനോ 96ാമത്തെ ക്വസ്റ്റ്യനോ ഒന്നും എത്തിയില്ലാന്ന് വരും. 100 ക്വസ്റ്റ്യൻസിൽ അങ്ങോട്ട് എത്തിയില്ലാന്ന് വരും. അപ്പോൾ എന്ത് ചെയ്യുക, വലിയ ക്വസ്റ്റ്യനാണ് കിട്ടില്ല എന്ന് കഴിഞ്ഞാൽ വേഗം സ്കിപ്പ് അടിക്കുക, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. ബാക്കി സമയം ഉണ്ടെങ്കിൽ വീണ്ടും വന്നിട്ട് ചെയ്യുക. ഓക്കെ, ഇന്നത്തെ 5 ക്വസ്റ്റ്യൻസ് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നത്. പാർട്ട് 6 കുറച്ച് ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ വീഡിയോസൊക്കെ ഓക്കെ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഉപകാരപ്പെട്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് പറയാം. അപ്പോൾ ടേക്ക് കെയർ, ബൈ ബൈ.